ഓം ശ്രീ ഗണേശായ നമ. ഓം സരസ്വതി നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. മുരുകാശരണം എല്ലാവർക്കും. ഇന്ന് നമ്മൾ തിരുപ്പുകൾ പാടലായ ഇരുമലുരോഗ മുയലകൻ വാദം എന്ന പാടലിലേക്ക് കടക്കാം. നോയ് തീർക്കും തിരുപ്പുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു തിരുപ്പുകഴാണിത്. ഇതിൻ്റെ സെറ്റിംഗ്, അതായത് അരുണഗിരിനാഥർ ഇത് പാടിയിരിക്കുന്നത് തിരുത്തണി എന്ന ആറുപടൈ വീടിലെ 5ാമത്തെ പടൈ വീടായ തിരുത്തണിയിൽ നിന്നാണ്. തിരുത്തണികൈ അല്ലെങ്കിൽ തനികാചലം എന്നറിയപ്പെടുന്ന തിരുത്തണി. ഭഗവാന്റെ 6 പടൈ വീടുകൾ എടുത്താൽ പഴനി, തിരുച്ചെന്തൂർ, സ്വാമിമലൈ, തിരുപ്പരംകുൻട്രം, തിരുത്തണി, പഴമുതിർച്ചോലി, അങ്ങനെ 6 5ാമത്തെ തിരുത്തണി. തിരുത്തണികയെക്കുറിച്ച് പറയണമെങ്കിൽ തിരുത്തണി എന്ന സ്ഥലം നമ്മുടെ ചെന്നൈ മാവട്ടത്തിൽ തിരുവള്ളൂർ ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. ചെന്നൈയിൽ നിന്ന് തിരുപ്പതിക്ക് പോകുന്ന വഴി ഒരു 87 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തിരുത്തണിയിലെത്താം നമുക്ക്. അതിന് ചുറ്റി വള്ളിമലൈ, മുരുകൻ വള്ളിയമ്മയെ തിരുക്കല്യാണം ചെയ്ത വള്ളിമലൈ അതിൻ്റെ അടുത്ത് വരുന്നു. ഈ തിരുത്തണിയെ പറ്റി പറയുകയാണെങ്കിൽ തിരുച്ചെന്തൂരിൽ വെച്ച് സൂരസംഹാരം, താരക നിഗ്രഹം കഴിഞ്ഞ ശേഷം ആ കോപത്തെ തണുപ്പിക്കാൻ വേണ്ടി ഭഗവാൻ വന്ന് ഇരിപ്പിടമാക്കിയ സ്ഥലം അത്രേ തിരുത്തണി. അപ്പോൾ ഒരു ശാന്തി നിലയം എന്ന് വേണമെങ്കിൽ തിരുത്തലീനെ പറയാം. ഒരുപാട് സിദ്ധർകൾ, നമ്മൾ തിരുവണ്ണാമലൈ പറഞ്ഞ പോലെ ഒരുപാട് സിദ്ധർകൾ വന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ഭൂമിയാണ് തിരുത്തണിക അല്ലെങ്കിൽ തണികാചലം. അത് ശാന്തി സ്ഥലം, അതായത് ഭഗവാന്റെ കോപത്തെ തണുപ്പിച്ച സ്ഥലം എന്ന് അർത്ഥം വരുന്നതിനാൽ ഇതിന് പറയപ്പെടുകയാണെങ്കിൽ യുഗങ്ങളോളം, എത്രയോ യുഗങ്ങൾ പഴക്കമുള്ള സ്ഥലമാണ് തിരുത്തണി. ഭഗവാന്റെ 6 പടൈ വീടുകൾ ഓരോന്നും തന്നെ, അതിൽ തിരുത്തണി എടുത്ത് പറഞ്ഞാൽ സൂര്യസംഹാരം കഴിഞ്ഞ് മുരുകൻ വന്ന് റെസ്റ്റ് ചെയ്ത സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാം ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം. അവിടെ നമുക്ക് 365 പടികളാണ് മേലേക്ക് എത്താനായിട്ട്. ഇത് 365 ദിവസങ്ങൾ, ഒരു വർഷത്തെ ദിവസങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അതുപോലെ പാലാഴി മഥനത്തിന് ശേഷം മന്ദരപർവ്വതത്തിൽ വാസുകിയായിരുന്നു നമ്മൾ കടയാനായിട്ട്, ദേവന്മാരും അസുരന്മാരും വാസുകിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആ വാസുകിക്ക് തനിക്ക് ഏറ്റ ക്ഷതത്തിന് മാറ്റാനായി തിരുത്തണീൻ്റെ പ്രദേശത്തുള്ള സർവണപ്പൊയ്കയിൽ വന്ന് കുളിച്ച് ഭഗവാനെ ധ്യാനിച്ച് വാസുകിയുടെ ക്ഷതങ്ങൾ, ഈ പാലാഴി മഥന സമയത്തുണ്ടായ ക്ഷതങ്ങൾ ഇല്ലാണ്ടായി, അതിനെ മാറ്റപ്പെട്ടു എന്നാണ് പറയുന്നത് ഐതിഹ്യങ്ങൾ, നമ്മുടെ പുരാണങ്ങൾ പറയപ്പെടുന്നത്. മറ്റൊരു പ്രാധാന്യം എടുത്താൽ നമ്മൾ സംഗീതത്തിൻ്റെ 3 ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ, കർണാടക സംഗീതത്തിൻ്റെ 3 ഗോഡ്മെനായിട്ട് പറയുന്ന ഇതിൽ ഒരുവനായ മുത്തുസ്വാമി ദീക്ഷിതർക്ക് ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച ഒരു സ്ഥലം കൂടിയാണ്. ഈ പടിക്കെട്ടുകൾ ഏറുന്ന സമയത്ത് അദ്ദേഹത്തിന് ക്ഷീണം സംഭവിച്ച് അവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വയോധികൻ്റെ രൂപത്തിൽ മുരുക ഭഗവാൻ വരികയും അദ്ദേഹത്തിൻ്റെ നാവിൽ മധുരം വെച്ച് കൊടുക്കുകയും ചെയ്തു അത്രേ. അങ്ങനെ അദ്ദേഹം തൻ്റെ ആദ്യത്തെ പാട്ട് അവിടെ വെച്ചിട്ടായിരുന്നു തുടങ്ങിയിരുന്നത്. മുത്തുസ്വാമി ദീക്ഷിതരുടെ പാട്ടിൻ്റെ സിഗ്നേച്ചർ തന്നെ ഗുരുഗുഹ എന്നാണ്. അത്രയും പരമമായ ഒരു ശ്രീവിദ്യോപാസകനും അത്രയും പരമഭക്തനുമാണ് മുരുകൻ്റെ. മുത്തുകുമാരസ്വാമി, അതായത് വൈദീശ്വരൻ കോവിലിലെ മുത്തുകുമാരസ്വാമി സന്നിധിയിൽ നിന്ന് എടുത്തത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അത്രയും പരമഭക്തരായിരുന്നു. അങ്ങനെ അവിടെ ഭജനം ഇരുന്ന് ലഭിച്ച മോനായതുകൊണ്ട് ആ മകന് മുത്തുകുമാരസ്വാമി എന്ന് പേരിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടുത്തെ ഈ പടിക്കെട്ടിൽ നിന്ന് കിട്ടിയ ഭഗവാൻ വായിൽ വെച്ച് കൊടുത്ത മധുരം, അതിൽ നിന്നാണ് ശ്രീനാഥനി ഗുരുഗുഹോ എന്ന് പറഞ്ഞ ഭഗവാന്റെ പുകഴുള്ള ആദ്യത്തെ കർണാടക സംഗീതം അദ്ദേഹം രചിച്ചു. അതിനുശേഷം അദ്ദേഹം 500-ൽ പരം ഒരുപാട് കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെയും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തിരുത്തണിയിലെ വേറൊരു പ്രാധാന്യമാണ് തമിഴ് എന്ന ഭാഷയെ മുരുകൻ അഗസ്ത്യമുനിക്ക് പറഞ്ഞുകൊടുത്ത സ്ഥലം അത്രേ തിരുത്തണി.
ഇങ്ങനെ ഒരു പിടി കഥകൾ നമുക്കിതിൽ പറയാനുണ്ടാവും. അതിൽ വേറെ ഒന്നും കൂടെ പറയാനുള്ളത്, മുരുകന് വള്ളി കല്യാണം നടന്നത് വള്ളിമലയിൽ നിന്നാണെന്ന് നമ്മൾ പറഞ്ഞു. ദേവസേനെ, അതായത് സൂര്യസംഹാരത്തിന് ശേഷം മുരുക ഭഗവാന് അത്രയും സന്തോഷത്താൽ ഇന്ദ്രദേവൻ മുരുക ഭഗവാന് തൻ്റെ പ്രിയ പുത്രിയായ ദേവസേനയെ കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കുമ്പം ഒരു പാരിതോഷികം എന്ന വണ്ണം തൻ്റെ എല്ലാമായ ഐരാവതം, വെള്ള ആന ഐരാവതത്തിനെയും കൊടുത്തു അത്രേ. അപ്പം ഈ ഐരാവതത്തിലേറി മുരുകനും ദേവയാനിയും ഇവിടെ വന്നു എന്നാണ് പറയണേ, നമ്മുടെ തിരുത്തനിയിൽ. അപ്പോൾ അവിടെ വന്ന ശേഷവും ഇന്ദ്രദേവൻ എന്തായി, തൻ്റെ ഐശ്വര്യ ചിഹ്നമായ ഐരാവതത്തിനെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അവിടെ തൻ്റെ ഐശ്വര്യങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് അനുഭവപ്പെട്ടു അത്രേ. പക്ഷെ ഒരിക്കൽ കൊടുത്ത ഗിഫ്റ്റ് നമ്മൾ തിരിച്ചു വാങ്ങില്ല. അപ്പോൾ ഇതറിഞ്ഞ മുരുക ഭഗവാൻ അദ്ദേഹത്തോട് തിരിച്ച് എടുത്തോളാൻ പറയുകയാണത്രേ. ഐരാവതത്തിനെ തിരിച്ച് ഏൽപ്പിക്കാൻ നോക്കുമ്പം അത് ഇന്ദ്രദേവന് അതൊരു കുറച്ചലായിരുന്നു. അദ്ദേഹം അത് ഏറ്റുവാങ്ങിയില്ല. പകരം തിരുത്തനി ക്ഷേത്രത്തിൽ ഈസ്റ്റ് ഡയറക്ഷൻ, അതായത് ഇന്ദ്രദേവൻ്റെ ഡയറക്ഷനായിട്ട് ഈസ്റ്റേൺ സൈഡ് തിരിഞ്ഞിട്ട് ഐരാവതത്തിൻ്റെ മൂർത്തിയുണ്ട്. അങ്ങനെ ഇതെല്ലാം ചേർന്ന് അവിടുത്തെ ഭഗവാന് മുരുകദേവന് പറയപ്പെടുന്നത് അദ്ദേഹം വീരമൂർത്തിയായിട്ട് പൂജിക്കപ്പെടുന്നു. അതായത് സൂര്യസംഹാരം കഴിഞ്ഞ് വന്ന് റെസ്റ്റ് ചെയ്ത സ്ഥലമായതുകൊണ്ട് വീരമൂർത്തി, ജ്ഞാനമൂർത്തി, ആചാര്യമൂർത്തി എന്തിനാൽ, ജ്ഞാനമൂർത്തി ഭഗവാൻ ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്. ആചാര്യമൂർത്തി എന്തുകൊണ്ടെന്നാൽ അഗസ്ത്യമുനിക്ക് തമിഴ് ഭാഷയെ നൽകിയത് ഈ ക്ഷേത്രത്തിലത്രേ. അപ്പോൾ ഇത്രയും ഇതിലും ഒരുപാട് മഹിമയുള്ള തിരുത്തനി ക്ഷേത്രത്തിൻ്റെ കുറച്ച് വിശദാംശങ്ങൾ ഇവിടെ നൽകിയത് എന്തിനെന്നാൽ നമ്മുടെ ഇന്നത്തെ സ്ഥലം തിരുത്തനിയാണ്. അപ്പോൾ നമ്മുടെ സ്ഥലം തിരുത്തനി, ഇന്നത്തെ രാഗം അസാവേരി എന്ന കർണാടക രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നോയ് തീർക്കും തിരുപ്പുകൾ. അപ്പോൾ എന്ത് അസുഖങ്ങളും, ഇതിലൊരു പിടി അസുഖങ്ങൾ നിരത്തിയിട്ടുണ്ട്. ഇത് ഓരോന്നിൽ നിന്നുമുള്ള ഒരു മോചനം ആണ്. അല്ലെങ്കിൽ അതൊന്നും നമ്മൾക്ക് വരാതിരിക്കാനായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്ന വണ്ണം ഇത് ചൊല്ലാവുന്നതാണ് നമുക്ക് ഓരോരുത്തർക്കും. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ രാഗം വരുന്നത്. ഇരുമലുരോഗമുയലകൻ വാദമേരി ഗുണനാസി വിടമേനീരിഴിവു വിടാത തലൈവലി സോകை ஏழு களமாலை இவையோடே பெருவயிரிலை எரிகுலை சூளை பெருவலி வேறு முள நோய்கள் பிறவிகள் தோறும் இணை நலியாதபடி உனதாள்கள் அருள்வாயே. வருமுரு கோடி அசுரர் பதாதி மடிய அநேக இசை பாடி வருமுரு கால வைரவராட வடி சுடர் வேலை விடுவோனே. தருநிழல் மீதில் உரை முகிலூர்தி தரு திருமாதின் மணவாளா சலமிடை பூவின் நடுவினில் வேறு தனி மலை மேவு பெருமாளே. ഇനി ഇതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. ഇവിടെ ഒരു പിടി അസുഖങ്ങളെ പറ്റി പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഓരോന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇരുമലു രോഗ എന്ന് പറഞ്ഞാൽ, ഇരുമൽ എന്ന് പറഞ്ഞാൽ തമിഴിൽ തന്നെ ഇരുമൽ എന്ന് പറഞ്ഞാൽ കോഫ്, അക്യൂട്ടായിട്ടുള്ള കോഫ്, ചുമ. അപ്പം നമ്മുടെ വൂപ്പിംഗ് കോഫ് ഇതെല്ലാം ഇതിൽ പെടുന്ന അക്യൂട്ടായിട്ടുള്ള ചുമ. പിന്നെ മുയലകൻ മുയലകൻ എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് എപ്പിലെപ്സിയാണ്, അതായത് അപസ്മാരത്തിൻ്റെ ഒരു ടൈപ്പാണ് മുയലകൻ എന്ന് പറഞ്ഞ അസുഖം. അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് അപസ്മാരങ്ങൾ, എല്ലാ ടൈപ്പ് ഓഫ് കോഫുകൾ,
പിന്നെ വാദം, നമ്മുടെ റൊമാറ്റിക് പെയിൻ, വാദരോഗങ്ങൾ. പിന്നെ എരിഗുണനാസി എന്ന് പറഞ്ഞാൽ ബേണിംഗ് നോസ് എന്നുള്ളതാണ് അർത്ഥം. ബേണിംഗ് നോസ് എന്ന് പറഞ്ഞാൽ കോൾഡ് അല്ലെങ്കിൽ നമ്മുടെ ENT റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങളും. അതുപോലെ അതുപോലെയുള്ള എല്ലാ പോയ്സണസ് ആൻഡ് ടോക്സിക് ഡിസീസസ് അത് എല്ലാം അതിനെല്ലാം ഉള്ളൊരു മെൻഷനിങ് ആണ് ഇവിടെ. അത് കഴിഞ്ഞ് നീരിഴിവ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിസ് ആണ്. അപ്പോൾ ഇവിടുത്തെ രസം എന്ന് വെച്ചാൽ നമ്മുടെ അരുണഗിരിനാഥരുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ 14-15 നൂറ്റാണ്ട് കാലത്ത് തന്നെ ഈ അസുഖങ്ങളുടെയൊക്കെ മെൻഷനിങ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഇത് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ നീരിഴിവ്, ഡയബറ്റിസ്, അതുപോലെ വിടാതെ തലൈവലി, മൈഗ്രെയിൻ, ഹൈ ആയിട്ടുള്ള തലൈവലി എന്ന് പറഞ്ഞാൽ അക്യൂട്ടായിട്ടുള്ള തലവേദനകൾ എന്ന് പറഞ്ഞാൽ അതിൽ ട്യൂമർ ആവാം, എല്ലാ രീതിയിലുമുള്ള തലവേദനകൾ, വിടാതെ തലവേദനകൾ. സോഗൈ എന്ന് പറഞ്ഞാൽ അനീമിയ. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ എന്തൊക്കെ രോഗങ്ങളാണ് കണ്ടിരിക്കുന്നത് അല്ലേ? വൂപ്പിംഗ് കോഫ് കണ്ടു, എപ്പിലെപ്സി കണ്ടു, അതായത് കോഫ് റിലേറ്റഡ് എപ്പിലെപ്സി, പിന്നെ വാദം, റൊമാറ്റിക് പെയിന്, പിന്നെ എന്താ പറയുക കോൾഡ് അല്ലെങ്കിൽ ENT റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഡയബറ്റിസ്, വിടാതെ തലവലി, മൈഗ്രെയിൻ, അനീമിയ. അത് കഴിഞ്ഞ് വരുന്നത് ഏഴുകളമാലയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് കഴുത്തിന് ചുറ്റും വരുന്ന ബ്ലിസ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ രോഗങ്ങൾ. ഇപ്പോൾ മാലൈ രോഗം, ഇപ്പോൾ ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ്, ഇതെല്ലാം മാലൈ രോഗങ്ങളിൽ പെടും. അപ്പം അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് അങ്ങനത്തെ അസുഖങ്ങൾ, ഇങ്ങനെ ബ്ലിസ്റ്റേഴ്സ് വരുന്ന ടൈപ്പ് അസുഖങ്ങൾ. പിന്നെ പെരുവൈറിയിലെ എരികുലൈ സൂളൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്യാസ്ട്രൈറ്റിസ്, അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങളും, നമ്മുടെ വലിയ വൻകുടലിൽ വരുന്ന വീക്കങ്ങൾ, അപ്പോൾ അതുപോലത്തെ പിന്നെ എന്താ പറയുക ഹാർട്ട് ബേൺ, അക്യൂട്ടായിട്ടുള്ള ഗ്യാസ്ട്രൈറ്റിസ്, അക്യൂട്ടായിട്ടുള്ള സ്റ്റൊമക്ക് പെയിന്, ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും. അതുകൂടാതെ അതാണ് പെരുവലി വേറ് മുലൈ നോയ്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാവിധത്തിലുള്ള പെയിൻഫുൾ ആൻഡ് ടോക്സിക് ആയിട്ടുള്ള ഡിസീസസും മുഴുവനും. ഇതൊക്കെ എന്താ ഇവിടുത്തെ പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ എന്നെ ഒരു തരത്തിലും ഈ ജന്മത്തിലും വരും ജന്മങ്ങളിലും എന്നെ എഫക്റ്റ് ചെയ്യരുത്. അതിനെന്താ വേണ്ടത്? അതിനുള്ള വഴിയും ഭഗവാൻ തന്നെയാണ്. അതായത് അതിനുള്ള വഴി പറയുന്നത് നിൻ്റെ ഡിവൈനായിട്ടുള്ള പാദങ്ങൾ, ഭഗവാന്റെ ഡിവൈൻ ഫീറ്റ്, അത് എനിക്ക് ലഭിക്കണമെങ്കിൽ അതിനും എനിക്ക് നിൻ്റെ അരുൾ തന്നെ വേണം. നിൻ്റെ അനുഗ്രഹം ഉണ്ടായാലേ എനിക്ക് നിൻ്റെ പാദഭക്തി ഉണ്ടാവുകയുള്ളൂ. അപ്പം നിൻ്റെ പാദഭക്തി മാത്രമാണ് ഈ അസുഖങ്ങളെല്ലാം എന്നിൽ നിന്ന് വിട്ടു പോകുവാനായിട്ട്, അല്ലെങ്കിൽ എന്നെ തൊടാതെ ഇരിക്കാനായിട്ട് നിൻ്റെ പാദഭക്തിയാണ് ഒരേ ഒരു പ്രതിവിധി. നിൻ്റെ പാദഭക്തി വേണമെങ്കിൽ നിൻ്റെ അരുളുണ്ടായാലേ തീരുള്ളൂ. അപ്പോൾ അതിനുള്ള അരുൾ എനിക്ക് നൽകണേ ഭഗവാനെ എന്നാണ് ഇവിടുത്തെ പ്രാർത്ഥന. അപ്പോൾ ഒരുവിധം അസുഖങ്ങളൊന്നും നമ്മളെ തൊട്ട് തീണ്ടാതെ ഭഗവാൻ കാക്കണേ എന്നുള്ള പ്രാർത്ഥനയാണിത്. ഇതിൻ്റെ രണ്ടാം ഭാഗം വരുന്ന സമയത്ത് പിന്നെയും നമ്മുടെ കഥകളിലേക്ക് പോകും. അതാണല്ലോ തിരുപ്പുകളിലൂടെ അരുണഗിരിനാഥർ ചെയ്യുന്നത്. പല കഥകളും അതിൻ്റെ ഇടയിലൂടെ ചേർക്കും. അപ്പോൾ ഇവിടെ ഇത് കൂടാതെ ഭഗവാന്റെ സൂര്യസംഹാരത്തിൻ്റെ ഇത് പറയാണ്. അതായത് മില്യൺസ് ഓഫ് സോൾജേഴ്സ്, 1000 അല്ല 10,000 അല്ല, അത്രയും കോടിക്കണക്കിന് അസുരന്മാര് സൂര്യസംഹാര സമയത്ത്, അത്രയും അസുരന്മാര്, അതായത് സൂര്യപത്മൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അസുരന്മാർക്ക് തുല്യനാണ് അദ്ദേഹം. അപ്പം അങ്ങനെ ഒരു പിടി അസുരന്മാരെ ഇല്ലായ്മ ചെയ്ത് എന്താ പറയുക രാക്ഷസപ്പടയിലുള്ള അല്ലെങ്കിൽ അസുരർ ആർമിയിലുള്ള എല്ലാവരെയും നിഗ്രഹം ചെയ്ത് സന്തോഷത്തോടുകൂടി വെട്രി പൂണ്ടിട്ട്, അതായത് ജയിച്ചു വന്ന അങ്ങ് അല്ലേ. അപ്പോൾ ഇത് കണ്ടിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? അങ്ങയുടെ ഈ അതായത് അങ്ങയുടെ ഈ വിജയത്തെ കണ്ടിട്ട് കാലഭൈരവൻ ആയ ശിവൻ ആ പോർക്കളത്തിൽ നടനമാടിയത്രേ. അതാണ് പറയുന്നത്, കാലഭൈരവൻ നടനമാടി അവിടെ. അതുകൂടാതെ ഭഗവാന്റെ ഈ വെട്രീന്, അതായത് ഭഗവാന്റെ ശൂലം ശക്തിവേലാണ്, സാക്ഷാൽ പരാശക്തിയാൽ നൽകപ്പെട്ട ശക്തിവേല കൊണ്ടാണ് അങ്ങ് യുദ്ധം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ശക്തിവേലിൻ്റെ വിജയത്തിനെയാണ് ഇവിടെ പുകഴുന്നത് കവി.
അത് കഴിഞ്ഞ് ഇതെല്ലാം കണ്ടു നിന്ന് സന്തോഷവാനായ ഇന്ദ്രദേവൻ തൻ്റെ ഏകപുത്രിയായ ദേവസേനയെയും അങ്ങയ്ക്ക് തിരുമണം ചെയ്ത് നൽകി എന്ന് പറയാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്ന് ഇത്രയും സന്തോഷത്തെ നൽകുന്ന ഇത്തരം കാര്യങ്ങൾ നൽകിയിരിക്കുന്ന അങ്ങ് എവിടെയാണ് നിലകൊള്ളുന്നത്? അതായത് ഭൂമിയിൽ ഒരു എന്താ പറയുക, 3/4 ഭാഗവും സമുദ്രമാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭൂമി, അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. അങ്ങനെയുള്ള ഭൂമിയിൽ അങ്ങ് സെലക്ട് ചെയ്തിരിക്കുന്ന സ്ഥലം ഏതാണ്? ഈ തിരുത്തണികൈ അല്ലെങ്കിൽ തനികാചലം എന്ന തനികഗിരി എന്ന ഈ മലയാണല്ലോ അങ്ങ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, സലമിടൈ പൂവിൻ നടുവിനിൽ വീറ് തനിമലൈമേവ് പെരുമാളേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സലം എന്ന് പറഞ്ഞാൽ ജലത്താൽ മൂടപ്പെട്ടിരിക്കുന്ന ഈ ഭൂവിൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമി. അപ്പോൾ 3/4 ജലത്താൽ മൂടപ്പെട്ടിരിക്കുന്ന ഈ ഭൂമിയുടെ നടുവില് എവിടെയാണ് അങ്ങ് തനിമലൈമേവ് പെരുമാളേ, തനികാജലത്തിൽ മേവുന്ന പെരുമാളേ. അങ്ങനെയുള്ള അങ്ങ് എന്തൊക്കെയാ ചെയ്യണ്ടേ? നമുക്ക് ഈ അസുഖങ്ങളൊന്നും നമ്മളെ തൊട്ട് തീണ്ടാതെ കാത്തോളണേ. അത് കാക്കണമെങ്കിൽ അങ്ങയുടെ പാദഭക്തി ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ തിരുപ്പുകഴിൻ്റെ പൊരുൾ. മുരുകാശരണം.